ഒന്നുറങ്ങി കൺതുറന്ന് മുന്നിലിന്ന് വരൂ പ്രഭാതാർക്കരശ്മി പോലെ. അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടു. ഏതോ വലിയൊരു ആളാണെന്ന് അറിയാം, യേശുദാസ് ആണെന്ന് അറിയാം. പക്ഷെ ഇപ്പൊ ഓർക്കുമ്പോ ഒരുപാട് സുശീലാമ്മയുടെ അടുത്ത് പോകുന്നത്, സുശീലാമ്മയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ട്രാക്ക് പാടാൻ പറ്റി. ഇത് സുശീലാമ്മയുടെ വീട്ടിൽ പോയി ഞാൻ കുറെ സംസാരിക്കുകയും ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കൂടെ ഒരു ദിവസം ഫുൾ സ്പെൻഡ് ചെയ്ത് അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് പാട്ട് പഠിച്ച് ഒരുപാട് പേര് എന്നെക്കാളും കഴിവുള്ളവരുണ്ട്. അവർക്കൊന്നും ഇത്രയും ചാൻസ് ഇല്ലാതെ വീട്ടിൽ തളച്ചിട്ട് പോവുക, അവരെ പുറം ലോകം അറിയാതിരിക്കുക, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം അവരെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് എത്രയോ ഭാഗ്യമുണ്ട്. എനിക്ക് ഈ ഒരു സമയത്തും എനിക്കിഷ്ടമുള്ള ഫീൽഡിലെല്ലാം വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് കമ്പോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എൻ്റെ പാട്ടുകൾ പ്രശസ്തരായ ഞാൻ ഇഷ്ടപ്പെടുന്ന ഗായകരെ കൊണ്ട് പാടിക്കാൻ പറ്റുന്നുണ്ട്. ഹലോ, വെൽക്കം ടു മെട്രോ മാറ്റിനി. ഇന്ന് നമുക്കൊപ്പമുള്ളത് മലയാളത്തിലെ പ്രശസ്ത പിന്നണി ഗായികയും സംഗീത സംവിധായികയും അവതാരികയും എല്ലാമായ നമ്മുടെ സ്വന്തം സരിത റാമാണ്. വെൽക്കം ടു മെട്രോ മാറ്റിനി ചേച്ചി. താങ്ക് യു. നമുക്ക് എല്ലാവർക്കും സുപരിചിതയാണ്. മെട്രോ മാറ്റിനിയിൽ നേരത്തെയും നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ചേച്ചിയെ കുറിച്ച്. മാത്രമല്ല, ജേർണലിസ്റ്റ് ആണ്, പ്ലേബാക്ക് സിംഗറാണ്, അതേപോലെ തന്നെ മ്യൂസിക് കമ്പോസർ ആണ്. എല്ലാം ഉണ്ട്. എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു ലൈഫിൽ? ആദ്യം നമുക്ക് എന്ത് ചെയ്യുന്നതിനോടൊരു ഇഷ്ടം തോന്നാന്നുള്ളതാണ്. ആക്ച്വലി എനിക്ക് പാടുന്നത് ഇഷ്ടമായിരുന്നു. അതുപോലെ അറിയാണ്ടാണ് ഞാൻ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്തത്. ഓക്കെ. ആകസ്മികമായിട്ട് വന്നൊരു ചാൻസ് ആണ്. ഓക്കെ. അപ്പം അതിനുശേഷം ചാനൽസിൽ ഒരുപാട് ചാൻസ് വന്നതുകൊണ്ട് ചാനൽസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഒരു ആഗ്രഹം തോന്നിയതുകൊണ്ടാണ് ഞാൻ പിന്നെ ജേർണലിസം പഠിക്കുകയും അതിന്റെ പലവിധ മേഖലകളിൽ വർക്ക് ചെയ്യാൻ ഒരു ആഗ്രഹം തോന്നുകയൊക്കെ ചെയ്തു. ഓഫ് കോഴ്സ് മ്യൂസിക് ഇഷ്ടമായതുകൊണ്ട് മ്യൂസിക് കമ്പോസിങ്ങും ഇഷ്ടമാണ്. ഓക്കെ. ബാൻഡ് ഉണ്ടായിരുന്നു? എല്ലാ ടൈപ്പും. നമ്മളല്ലാത്ത സ്റ്റേജ് ഷോസ് എല്ലാം അതൊരു മാറ്റി നിർത്തേണ്ട കാര്യമല്ലല്ലോ, നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ. എനിക്ക് അറിയാനുള്ളത് മ്യൂസിക്കിലേക്ക്, അതായത് സംഗീത ലോകത്തേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? അത് സംഗീതം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. നമുക്കതുണ്ടാവും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അച്ഛൻ അങ്ങനെ കമ്പൽ ചെയ്യാറൊന്നുമില്ല, പാടുമെന്ന് അറിയാമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സ്കൂളിലെ ഒരു സിസ്റ്ററാണ് നഴ്സറി വെച്ചിട്ട് എന്നിട്ട് പാടുന്നൊരു കുട്ടിയാണെന്ന് അറിഞ്ഞിട്ട് സ്കൂളിലെല്ലാം പാടിച്ച് അവരുടെ കോമ്പറ്റീഷന് കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ മനസ്സിലാക്കി പാടുന്നുണ്ട് നന്നായിട്ട്, എന്നാൽ പിന്നെ ഒന്ന് ട്രെയിൻ ചെയ്തേക്കാം. പക്ഷെ അതിനു മുമ്പ് 7ാമത്തെ വയസ്സിൽ ഞാൻ സ്റ്റേജിൽ പാടി. അത് എന്താ പറയുക, വലിയൊരു ഭാഗ്യമാണ്. വലിയൊരു ഓർക്കസ്ട്ര, പ്രൊഫഷണൽ ഓർക്കസ്ട്രയുടെ കൂടെ 7ാമത്തെ വയസ്സിലൊരു സ്റ്റേജിൽ പാടാൻ പറ്റി. അതിനെ തുടർന്ന് ഒരുപാട് ഗാനമേള ട്രൂപ്പുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊച്ചുകുട്ടി പാടുമ്പോൾ അവരിങ്ങനെ ഒരു ന്യൂസായിട്ട് പോയിട്ട് അവരൊക്കെ വന്നിട്ട് വിളിക്കാൻ തുടങ്ങി. ഓക്കെ. ഇങ്ങനെ 7ാമത്തെ വയസ്സ് പ്രൊഫഷണൽ സിംഗറായി. ഓക്കെ. എത്ര വർഷമായി ഇപ്പൊ ചേച്ചി വന്നിട്ടുള്ളത്? അത് മാത്രമല്ല, ഞാൻ ഇപ്പൊ എത്ര വർഷമായി ഞാൻ എത്തിയെന്ന് ചോദിക്കാൻ റീസണും കൂടി ഉണ്ട്. കാരണം അത് ചോദിക്കാൻ കാരണം, സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ദാസേട്ടന്റെ കൂടിയായിരുന്നു അല്ലെ? ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മസ്റ്റായിട്ട് കേൾക്കണം. അത് എത്ര പറഞ്ഞാലും അതൊരു ഭാഗ്യമാണ്. ഓരോ ഇന്റർവ്യൂവിൽ അത് പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ. ദാസറിന്റെ എന്താ പറയാ, ഒരു ഗാനഗന്ധർവൻ. നമ്മൾ ഓരോ ദിവസവും അനവധി പാട്ടുകൾ കേൾക്കാറുണ്ട്. നമ്മൾ എന്താ പറയുക, എപ്പോഴും അറിയാണ്ട് തന്നെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷെ ഇതിനെ കുറിച്ചൊന്നും ആ സമയത്ത് അറിയില്ലല്ലോ. ഓക്കെ. പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടു. ഏതോ വലിയൊരു ആളാണെന്ന് അറിയാം, യേശുദാസ് ആണെന്നറിയാം. പക്ഷെ ഇപ്പൊ ഓർക്കുമ്പോൾ ഒരുപാട് ഒരു എന്ത് പ്രൗഡ് എന്നുള്ളതിലുപരി ഒരു പേടിയുണ്ട്. അയ്യോ, അന്ന് നമ്മളത് ഓവർകം ചെയ്തു, സ്റ്റേജ് റെക്കോർഡിങ്ങിന് പാടി എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ അന്ന് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള പ്രായമായിരുന്നില്ലല്ലോ. ഓക്കെ. അങ്ങനെയും പോയി. പിന്നീട് അത് തിരിച്ചറിയുന്ന ആ ഒരു സമയം എത്തിയപ്പോൾ, അത് മാത്രമല്ല, ആ ഒരു സമയത്ത് എങ്ങനെ ഉണ്ടായി? ദാസേട്ടൻ എങ്ങനെയായിരുന്നു? ഞാൻ മോർണിംഗ് വന്ന് കാണുമ്പോൾ ദാസർ വന്നിട്ട് പാട്ട് എഴുതിയെടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പോയി പിന്നെ കാലിൽ തൊഴുതു പരിചയപ്പെടുത്തി. ഈ കുട്ടിയാണ് കൂടെ പാടുന്നത്. ആക്ച്വലി അതൊരു യുഗ്മഗാനാണ്. അപ്പം ദാസർ ഇങ്ങനെ കൊച്ചുകുട്ടിയാണോ പ്രണയഗാനം പാടുന്നത് കൂടെ, മറ്റുള്ള പാട്ടുകളല്ല പോലെയല്ലല്ലോ. യുഗ്മഗാനം എന്ന് പറയുമ്പം ഗീവ് ആൻഡ് ടേക്ക്, നമ്മൾ ഒരുപോലെ ഇരിക്കണം. ദാസറിന് അതിനെക്കുറിച്ചൊരു ഇങ്ങനെ ചോദിച്ചു. പക്ഷെ എൻ്റെ വോയിസ് കുറച്ചും കൂടെ മെച്യൂർ ആയിരുന്നു ആ സമയത്തെ. അപ്പോൾ നമുക്ക് പാടി നോക്കാം എന്നുള്ള രീതിയിൽ ആദ്യം അന്ന് ട്രാക്ക് സിസ്റ്റം ഒരു 4 ട്രാക്കോളം നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പാടാവുന്ന ഒരു സമയമാണ്. അപ്പം
ദാസാറ് തന്നെ ആദ്യം പാടി, അതിനുശേഷം ആഫ്റ്റർനൂൺ ആണ് ഞാൻ പാടിയത്. എന്നിട്ട് ഈവനിങ് തരങ്ങിണി സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിങ്. ഈവനിങ് അത് പോയി ദാസറിനെ കേൾപ്പിച്ചു, അത് ഓക്കെ ആക്കി. അത് ഞാൻ വേറെ ഇന്റർവ്യൂസിലൊന്നും പാടിയതായിട്ട് കണ്ടില്ല, നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടാവും. ഞാൻ പാടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. മധുമാസരാവ് പോലിൻ മനസ്സിന്റെ രാഗസ്വപ്നം മഞ്ജുനാദം മധുരാലാപം മാദക സംഗീത ശ്രുതിതാളം നിന്റെ മാദക സംഗീത ശ്രുതിതാളം. ഇതാണ് പാട്ട്. നമ്മളങ്ങനെ ലയിച്ചിരുന്നു പോവല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല അതിന്റെ ഒരു ഫീലൊക്കെ നമ്മൾ ശരിക്കും വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക. ആകാശവാണിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്. ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണല്ലേ അതൊക്കെ. ഓക്കെ, നമ്മുടെ ഇത്ര വർഷത്തിനിടയിൽ ചേച്ചിയെ തേടി എത്തിയ വലിയൊരു നേട്ടം എന്തായിരുന്നു ശരിക്കും പറഞ്ഞ? ഏറ്റവും വലിയൊരു മൂമെന്റ് എന്തായിരുന്നു? ശരിക്കും ഈ മൊമെന്റ് എല്ലാം അത് അനുഭവിച്ച് ഈ കുറേ വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അയ്യോ അത് വലിയൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ശരിക്കും ഒരു മ്യൂസീഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരാധിക്കുന്നവരുടെ കൂടെ ഇരിക്കുക, സംസാരിക്കുക, അവരുടെ പാട്ടുകൾ, ഇപ്പം സിംഗർ ആണെങ്കിൽ അവരുടെ പാട്ടുകൾ പാടുക എന്നൊക്കെ ഉള്ളത് വലിയ കാര്യമാണ്. അപ്പം അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പം ഈ പറഞ്ഞതുപോലെ ആദ്യം പാടിയത് ഗാനഗന്ധർവൻ യേശുദാസിനോടൊപ്പം, രണ്ടാമത്തെ വർക്ക് എസ് ബി ബാലസുബ്രഹ്മണ്യം അദ്ദേഹത്തിന്റെ കൂടെയാണ് അടുത്ത പാട്ട് പാടിയത്. അപ്പൊ ഏത് പ്രായത്തിലായിരുന്നു അത്? 10 വയസ്സ് കഴിഞ്ഞിട്ട് തന്നെയാണ്. 10 വയസ്സ് കഴിഞ്ഞിട്ട് ലെജൻസിന്റെ കൂടെ. അല്ല, അതൊരു ഭാഗ്യം എന്ന് ഞാൻ പറയണേ. ശരിക്കും നമ്മള് എത്രത്തോളം നമ്മള് ഹിറ്റ് ആവുന്നു, നമ്മുടെ പാട്ടുകൾ ഹിറ്റ് ആവുന്നതിലൊക്കെ നമുക്ക് എപ്പോഴും ഓർത്തു വെക്കാൻ ഇങ്ങനെയുള്ള മൊമെന്റ്സ് ഉണ്ട്. അത് മാത്രമല്ല, സുശീലാമ്മയുടെ അടുത്ത് പോകുന്നത്, സുശീലാമ്മയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ട്രാക്ക് പാടാൻ പറ്റി. ഇത് സുശീലാമ്മയുടെ വീട്ടിൽ പോയി ഞാൻ കുറെ സംസാരിക്കുകയും സുശീലാമ്മയുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുക, അനുഗ്രഹം വാങ്ങുകയൊക്കെ ചെയ്തപ്പോൾ അത് ഏറ്റവും വലിയൊരു മൊമെൻ്റാണ്. അതുപോലെ തന്നെയാണ് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കൂടെ ഒരു ദിവസം ഫുൾ സ്പെൻഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് പാട്ട് പഠിച്ച് രണ്ടാമത്തെ ഡേ അത് റെക്കോർഡ് ചെയ്യുന്നു. ആ സമയത്തൊക്കെ ദക്ഷിണാമൂർത്തി സ്വാമി പറഞ്ഞു തരുന്നതെല്ലാം പഠിക്കുന്നതും, അന്ന് വോക്ക്മാൻ ആയിരുന്നു റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ അസിസ്റ്റൻ്റായിട്ട് കൂടി ഇരുന്ന് പാട്ടൊക്കെ പഠിക്കുന്നതും ഒക്കെ അന്ന്. പക്ഷേ എനിക്ക് അത്രയും വലിയൊരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ വാല്യൂ ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല. കുറച്ചും കൂടെ നമ്മുടെ ആ സംഗീതത്തെക്കുറിച്ചൊക്കെ മനസ്സിലായ ഒരു പ്രായത്തിൽ അത് എത്രയും വാല്യൂ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇതുപോലെ ലെജൻഡറി ആയിട്ടുള്ള മനുഷ്യരുടെ കൂടെ സഹകരിച്ചത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഓക്കെ, സീരിയസ്ലി അത് സത്യമാണ്. അതൊരു വല്ലാത്ത ലൈഫിൽ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. പക്ഷെ ഇത്രയും ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്തെങ്കിലും പിന്നീട് അവസരങ്ങൾ കുറഞ്ഞോ, അല്ലെങ്കിൽ ചുരുക്കപ്പെട്ടു പോയോ, അല്ലെങ്കിൽ മലയാള സിനിമയിൽ നിന്ന് നിറഞ്ഞ് ഒരുപാട് പിന്നണി ഗായികമാരുണ്ട്, അത്രയ്ക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ചില സമയങ്ങളിൽ തോന്നിയിട്ടുണ്ട്. ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല, തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അടുത്ത നിമിഷം ചിന്തിക്കേണ്ടത് ഒരുപാട് പേര് എന്നെക്കാളും കഴിവുള്ളവരുണ്ട്. അവർക്കൊന്നും ഇത്രയും ചാൻസ് ഇല്ലാതെ വീട്ടിൽ തളച്ചിട്ട് പോവുക, അവരെ പുറം ലോകം അറിയാതിരിക്കുക, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം അവരെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് എത്രയോ ഭാഗ്യമുണ്ട്. എനിക്ക് ഈ ഒരു സമയത്തും എനിക്കിഷ്ടമുള്ള ഫീൽഡിലെല്ലാം വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് കമ്പോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എൻ്റെ പാട്ടുകൾ പ്രശസ്തരായ ഞാൻ ഇഷ്ടപ്പെടുന്ന ഗായകരെ കൊണ്ട് പാടിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ നല്ല പാട്ടുകളും നല്ല മ്യൂസിക് ഡയറക്ടറിനും പാട്ടുകൾ പാടാനും എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. സോ ഐ ആം ഹാപ്പി. ഓക്കെ, ഇപ്പോൾ കിട്ടാനുള്ള അവസരം, അതായത് ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു, നമ്മുടെ കൈവിരലിന് തുമ്പിലെത്തിയിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മൂമെന്റ് ഉണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അത്രയും ആഗ്രഹിച്ച അങ്ങനെ ഒരു കാര്യം, ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു 2017 സംഗീത് ശിവൻ സാറിന്റെ പ്രൊഡക്ഷനിൽ ഒരു മൂവി, ഗൗതമി ഒരുപാട് വർഷത്തിന് ശേഷം മലയാള സിനിമയിലേക്ക് അഭിനയിച്ച ഈ ദ മൂവി എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമില് ഏറ്റവും നല്ലൊരു പാട്ട്, ആ വർഷം ഇറങ്ങിയ ഏറ്റവും നല്ലൊരു ഫീമെയിൽ സോങ് എന്ന് തന്നെ പറയാം. രാഹുൽ രാജ് ആയിരുന്നു മ്യൂസിക്. അപ്പം ഞാനത് പാടി ഒരുപാട് പേര് എന്താ പറയുക, ഒരുപാട് പ്രതീക്ഷ തന്നു എന്നുള്ളതാണ് സത്യം. അപ്പം എവിടെ ഈ പാട്ട് പ്ലേ ആവുമ്പോഴും ആര് കേട്ടാലും ഒക്കെ പറയുമായിരുന്നു ഈ വർഷം ഇത്രയും നല്ലൊരു സോങ് ഇറങ്ങിയിട്ടില്ല, തീർച്ചയായിട്ടും
ഈ പാട്ടിന് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടാവും. അങ്ങനെ സ്റ്റേറ്റ് അവാർഡിന് അപ്പിയർ ചെയ്തു. പക്ഷെ അത് പ്രസന്റ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം, ഒരു ഒഫീഷ്യൽ മിസ്റ്റേക്ക് കാരണം നമുക്ക് ആ അവാർഡിലേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു ദുഃഖമായിട്ടിരിക്കുന്നു. കാരണം അത്രയും നല്ല പാട്ടുകളൊക്കെ നമുക്ക് എല്ലാ വർഷവും കിട്ടണമെന്നില്ല. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ പ്ലേബാക്ക് സിംഗറാണ്, അതുപോലെ തന്നെ നമ്മളെ കമ്പോസറാണ്. അപ്പൊ രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്? വ്യത്യാസം എന്താണ്? ഒന്ന്, കമ്പോസർ പറഞ്ഞു തരുന്നത് ഏറ്റവും നന്നായിട്ട് പാടിക്കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. മറ്റേന്ന് പറയുന്നത് അതിനേക്കാളും ഉത്തരവാദിത്തമാണ് ഒരു നമ്മുടെ പിന്നെ സംഗീതം നമ്മൾ കമ്പോസ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണെന്നുള്ള അവർക്ക് തൃപ്തി ഉണ്ടാവണം, എഴുതുന്നവർക്ക് അവർക്ക് തൃപ്തി ഉണ്ടാവണം. അപ്പം നമ്മൾ അതെല്ലാം ആ ഉത്തരവാദിത്വമൊക്കെ മ്യൂസിക് കമ്പോസറിൻ്റെയാണ്. ഇപ്പം സിനിമയ്ക്കാണെങ്കിൽ അതിനേക്കാളും അപ്പം മ്യൂസിക് കമ്പോസറിന് അങ്ങനെ കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുപോലെ നമ്മൾ സ്വയം പാടുകയാണെങ്കിൽ ഓക്കെ, സിംഗർ ആണെങ്കിൽ, ഇല്ലെങ്കിൽ മറ്റുള്ള സിംഗേഴ്സിനെ അതേപോലെ ഇവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അതുപോലെ പാടിച്ചെടുക്കുക. എന്താ പറയുക, ഏറ്റവും ഈസിയായിട്ട് ആ ഒരു സോങ് ഇറക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം മൊത്തം അതെ മ്യൂസിക് കമ്പോസറിൻ്റെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായികയാണ് മലയാള സിനിമയിലായിക്കോട്ടെ? വലിയൊരു കുഴക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ടല്ലേ ചോദിക്കുന്ന എന്തെങ്കിലുമൊക്കെ വേണ്ടേ? വ്യക്തിപരമായിട്ട് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് ചിത്ര ചേച്ചിയാണ്. ഓക്കെ. ചിത്ര ചേച്ചി എൻ്റെ എന്താ പറയാ, വളരെ ഇത്രയും ഇതുപോലൊരു വ്യക്തി നമ്മൾ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അതുപോലെ ഇത്രയും എളിമയുള്ള, നമ്മളെല്ലാം മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ചിത്ര ചേച്ചി. അതുപോലെ ഞാൻ ഒരുപാട് എന്താ സംഗീത ദൈവം എന്നൊക്കെ വിചാരിക്കുന്നത് പോലെ അങ്ങനെ മനസ്സിൽ കരുതുന്ന ജാനകി അമ്മയാണ്. അതുപോലെ ആശാ ഭോസ്ലെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത് മാത്രമല്ല, എല്ലാവരും ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും നല്ല പാട്ടുകളൊക്കെയാണ് പാടുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു സിംഗറിനെ മാത്രമായിട്ട് അങ്ങനെയൊന്നുമില്ല. ഓക്കെ, എന്നാൽ ചിത്ര ചേച്ചിന്റെ ഏതെങ്കിലും ഒരു സോങ് പാടാമോ? തങ്കത്തോണി തെന്മലയോരം കണ്ടേ, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ, കന്നീലക്കൊമ്പിളിൽ മുള്ളില്ല പൂണ്ടേ, ഇടനെഞ്ചിൽ തുടിയുണ്ടേ, തുടികൊട്ടും പാട്ടുണ്ടേ, കരകാട്ടം കാണാനെത്താനുണ്ടേ, തങ്കത്തോണി തെന്മലയോരം കണ്ടേ, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ. താങ്ക് യു. അത് മുട്ട് പൊഴിയുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ. അപ്പൊ നമ്മളെ ഫാമിലിനെ കുറിച്ചിട്ട് ആണ് ചോദിക്കുന്നത്. അപ്പൊ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, എന്റെ മകളുണ്ട്. അപ്പൊ ഞങ്ങള് 4 പേരുമാണ്. ഓക്കെ. അച്ഛനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛനാണ് ശരിക്കും അല്ലേ സംഗീത ലോകത്തേക്ക് ഏറ്റവും വലിയ പ്രോത്സാഹനം അല്ലേ അച്ഛനായിരുന്നു. ആ ഡെഡിക്കേഷൻ, അച്ഛൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് എന്നെ ഇങ്ങനെ കൊണ്ടു നടന്നത്. 2000 വരെ സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു. ഉള്ള കോമ്പറ്റീഷൻസിനെല്ലാം കൊണ്ടുപോയി. എന്താ പറയുക, പ്രോഗ്രാംസിനായാലും ഒക്കെ ഇങ്ങനെ ഒരുപാട് സമയം മാറ്റി വെച്ചതാണ് എൻ്റെ അച്ഛൻ. ഞാൻ പറഞ്ഞ പ്ലേബാക്ക് സിംഗർ ആണ്, അതുപോലെ തന്നെ എല്ലാ ജേർണലിസ്റ്റ് ആണ്, എല്ലാം ആണ്. അതിന്റെ കൂടെ തന്നെ നർത്തകിയാണ് അല്ലേ? അതിനെ കുറിച്ചും കൂടി ഒന്ന് പറയാമോ? ഞാനത് ശരിക്കും വിട്ടുപോയതാണെന്ന് തോന്നുന്നു. നർത്തകി എന്നൊക്കെ പറഞ്ഞ് വലിയ നർത്തകി എന്റെ കൂട്ടുകാരൊക്കെ എന്നെ ഒന്നും കരുതരുത്. ഒരു കാലത്ത് സ്കൂൾ ടൈമിൽ ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു. ഞാൻ കലാതിലകമൊക്കെ ആയിരുന്നു. അതാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം, കേൾക്കാൻ വേണ്ടി. ആ സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ മ്യൂസിക്കിൽ ഒത്തിരി തിരക്കും കാര്യമൊക്കെ. ഇപ്പം അച്ഛന് മ്യൂസിക്കാണല്ലോ കൂടുതൽ ഇഷ്ടം. സോ എനിക്ക് അതിനകത്തായിരുന്നു താല്പര്യം എന്നുള്ളതല്ല, താല്പര്യം എനിക്ക് ആ സമയത്ത് ഡാൻസിലുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ്റെ താല്പര്യം ഡാൻസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സംഗീതത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യില്ല എന്നൊരു തോന്നൽ അച്ഛനുണ്ടായിരുന്നു. അങ്ങനെ മ്യൂസിക് മാത്രം ആയതാണ്. പിന്നെ ഇടയ്ക്ക് ഒന്ന് പൊടി തട്ടി എടുക്കാൻ ശ്രമിച്ചു. എൻ്റെ മകളൊക്കെ ഡാൻസ് പഠിച്ചപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി. കുറച്ച് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. അല്ല, ശരിക്കും ആരിൽ നിന്നാണ് ചേച്ചി ഈ ഒരു കല? അച്ഛൻ തന്നെ. അച്ഛൻ പാടുമായിരുന്നു. അച്ഛൻ്റെ കുടുംബത്തിലുള്ളവർക്കെല്ലാം അത്യാവശ്യം സംഗീതത്തില് അവർ പക്ഷെ പ്രൊഫഷണലി പാടുന്നില്ല. പക്ഷെ അവർക്കെല്ലാം ഒരു സംഗീത വാസന ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മമ്മ മനോഹരമായിട്ട് പാടുമായിരുന്നു. മകൾ എങ്ങനെയാണ് ഇനിയിപ്പോ? ഏത് ഫീൽഡിലേക്ക്? അതാ പറഞ്ഞേ, ഒരു ടീനേജ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓരോ സമയം അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എനിവേ അവർക്ക് സംഗീത വാസനയുണ്ട്, നന്നായിട്ട് ഡാൻസ് ചെയ്യും, ഇപ്പൊ വയലിൻ പഠിക്കുന്നുണ്ട്. പഠിക്കാനും ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ
ഭാവിയിൽ അറിയാം. അമ്മ എന്ന നിലയില് പ്ലേബാക്ക് സിംഗർ ആയിട്ട് വരണോ അതോ വേറെ? ഒരിക്കലില്ല, അങ്ങനെയൊന്നുമില്ല. സിനിമയുടെ ഫ്രണ്ടിലാണോ? ക്യാമറയ്ക്ക് ഫ്രണ്ടിലായിരിക്കും? അങ്ങനെയൊന്നുമില്ല. ഞാൻ എപ്പോഴും എല്ലാം മോളെ ഇഷ്ടമാണോ? ഇല്ല, തീർച്ചയായിട്ടും. അവർക്ക് ഓരോ ആളുകൾക്കും വ്യക്തിപരമായ ഇഷ്ടങ്ങളുണ്ടല്ലോ. നമ്മള് ആ ഒരു എന്ത് ചെയ്താലും അതിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ മാത്രമേ പറയാറുള്ളൂ. ഓക്കെ. ചേച്ചി ഇപ്പോൾ 2 കാലഘട്ടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്, പഴയ സംഗീത സംവിധായകരോടൊപ്പം പുതിയ സംഗീത സംവിധായകരോടൊപ്പം. അപ്പൊ ഇന്ന് സംഗീത ലോകത്തുണ്ടായ മാറ്റങ്ങൾ, സംഗീത സംവിധായകർക്കുണ്ടായ മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ്? അവരോട് വർക്ക് ചെയ്യുമ്പോൾ വിചാരിക്കും എങ്കിലും കാരണം ഇപ്പൊ റെക്കോർഡിങ്ങിനാണെങ്കിൽ പണ്ട് ഓർക്കസ്ട്ര ഒക്കെ ആയിരുന്നു, ഇപ്പൊ സ്റ്റുഡിയോ. ഞാൻ പാടി തുടങ്ങിയ സമയത്ത് ട്രാക്ക് സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെ മൾട്ടി ട്രാക്ക് ആയിട്ടും അല്ലെങ്കിൽ ഈ വേർഡ് ബൈ വേർഡ് ആയിട്ട് പഞ്ച് ചെയ്തെടുക്കുന്ന ആ സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു. ഒരു പല്ലവിയെങ്കിലും മര്യാദയ്ക്ക് പാടണം, അതുപോലെയായിരുന്നു. അപ്പൊ എന്റെ ആദ്യത്തെ റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ ലൈവ് ഓർക്കസ്ട്ര ആയിരുന്നു. 19 ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് പല ബൂത്തുകളിലായിട്ടിരുന്ന് വായിക്കുന്നു. അതുപോലെ ഓർക്കസ്ട്രയുടെ കൂടെ കണ്ടക്ടർ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ പാടുന്ന അനുഭവം എനിക്കുണ്ട്, കുറെ ഉണ്ട്. ഇപ്പം പക്ഷെ ഈ പറഞ്ഞതുപോലെ എവിടെ ഇരുന്നും നമുക്ക് പാടാം, ആരെയും കാണണ്ട. അത് ഗുണമാണോ ദോഷമാണോ ചെയ്തിട്ടുള്ളത് ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം? പെട്ടെന്നുള്ള മാറ്റങ്ങൾക്കൊപ്പം ഗുണമല്ല, അത് ഓരോ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അന്നെന്ന് പറയുന്നത് അങ്ങനെയുള്ള സിസ്റ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം എന്ന് പറഞ്ഞാൽ ഡിജിറ്റലാണ്, എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം നമ്മുടെ ശബ്ദമാണെങ്കിലും അത്ര ക്ലിയർ ആയിട്ടാണ്. മറ്റേത് ഇത്രയും ഓർക്കസ്ട്രയിൽ ഒരുമിച്ചെടുക്കുമ്പോൾ അത്രയും നമ്മുടെ വോയിസ് കുറച്ച് പിച്ച് ഔട്ട് ആണെങ്കിലും ഒക്കെ അതിനകത്തെല്ലാം കൂടെ മുങ്ങി പോകാറാണത്. പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞത് അങ്ങനെയല്ല, എല്ലാ ഓർക്കസ്ട്രയും ഫൈൻ ട്യൂണാണ്. അപ്പം അതിനോടൊപ്പം നമ്മുടെ വോയിസും അത്രയും ട്യൂൺഡ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മള് അത്രയും വ്യക്തമായിട്ടായിരിക്കും നമ്മൾ കേൾക്കുന്നല്ലേ, അങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഓക്കെ. പക്ഷെ ഇപ്പൊ എങ്ങനെ ഫാസ്റ്റ് നമ്പേഴ്സ് ആണോ ഇഷ്ടം അല്ലെങ്കിൽ മെലഡി അങ്ങനത്തെ? അങ്ങനെയൊന്നുമില്ല, എനിക്ക് എല്ലാം പാടാൻ ഇഷ്ടം. പക്ഷെ ചേച്ചി കൂടുതൽ പാടിയത് മെലഡി ടൈപ്പ് അല്ല, ഞാൻ കുറെ തമിഴും അല്ലാതെയും സ്റ്റേജുകളിലും ഒക്കെ കൂടുതലും അടിപൊളി പാടാറാണ് പതിവ്. പിന്നെ മെലഡിയും സ്വീകരിക്കപ്പെടുന്നുണ്ട്, എനിക്ക് ഭാഗ്യമുണ്ട്. ക്ലാസിക്കലും പാടാറുണ്ട്. ഒന്ന് പാടിത്തരാൻ പറ്റും ചേച്ചിന്റെ വോയിസിൽ? ഈശ്വര, കേൾക്കാൻ വേണ്ടിട്ട്. கொஞ்சம் நிலவு கொஞ்சம் நெருப்பு ஒன்றாய் சேர்ந்தால் எந்த தேகம், கொஞ்சம் நஞ்சு கொஞ்சம் அமுதம் ஒன்றாக சேர்ந்தால் எந்த கண்கள், கொஞ்சம் மிருகம் கொஞ்சம் கடவுள் ஒன்றாய் சேர்ந்தா எந்த நெஞ்சம், சந்திரலேகா ചന്ദ്രലേഖ ലേഖ. അടിപൊളി പാട്ടുകളൊക്കെ ഇങ്ങനെ വന്നിരുന്ന് പാടാൻ പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. അല്ല, നമ്മള് രണ്ട് ഇതൊക്കെ സിംഗർ ആവുന്ന സമയത്ത് അവർക്ക് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫാസ്റ്റ് നമ്പേഴ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഒന്ന് അതേപോലെ തന്നെ രണ്ടും കിട്ടില്ല. സത്യം വേർഡ്സ് ഇല്ല, അങ്ങനെയാണ്. 2 വോയിസും വ്യത്യസ്തമാണ് കേൾക്കാനുള്ള ഒരു, നമ്മൾ അതിനകത്ത് കൊടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ശബ്ദമൊക്കെ ഒന്നാണ്, നമ്മള് അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന മോഡുലേഷൻ അതൊക്കെയാണ്. രണ്ടും കിട്ടില്ല. ഓക്കെ. സൂര്യകൃഷ്ണമൂർത്തി സാറിന്റെ കൂടെ ഒരുപാട് വേദി പങ്കിട്ടിട്ടുണ്ട്, കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാംസ് പങ്കെടുക്കാൻ പറ്റി. അദ്ദേഹത്തിന്റെ കൂടെയുള്ള മൊമെന്റ്, അദ്ദേഹത്തെ കുറിച്ച് എന്താ പറയാ, ഈ വേൾഡ് മൊത്തം ആരാധിക്കുന്ന അല്ല കലാകാരന്മാരുടെയൊക്കെ ഒരു എന്താ പറയാ ഒരു ഗൈഡ് എന്ന് പറയുന്നത് പോലെയാണ് അദ്ദേഹം. ശരിക്കും കലകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ ഒരുപാട് എന്താ പറയുന്നത് കാലഹരണപ്പെട്ടു പോയ കലകളെയൊക്കെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനൊക്കെ അദ്ദേഹം കാണിക്കുന്ന ഒരു മനസ്സെന്ന് പറയുന്നത്, അത് മാത്രമല്ല 500-1000 ആർട്ടിസ്റ്റുകളെ ഒരേപോലെ സ്റ്റേജിൽ കൊണ്ടുവന്ന് പെർഫോം ചെയ്യിക്കാൻ ഇങ്ങനൊരു കോർഡിനേഷൻ കപ്പാസിറ്റി ഉള്ള ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു ഗുരുസ്ഥാനീയനാണ്. അദ്ദേഹത്തിന്റെ പ്രോഗ്രാംസ് ചെയ്തപ്പോഴാണ് ഈ കോർഡിനേഷൻ എത്ര രസകരം എന്നല്ല, അതിന്റെ ഒരു പവർ എനിക്ക് മനസ്സിലായത്. സോ ഞാൻ അതും ഫോളോ ചെയ്തു തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു ചെറിയ കോർഡിനേറ്റർ കൂടിയാണ്. ഓക്കെ. അല്ല, അദ്ദേഹത്തിന്റെ കൂടെയുള്ള മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് വല്ലതും ഉണ്ടോ, ഓർത്തെടുക്കാൻ പറ്റും? യെസ്. ഓരോ സ്റ്റേജും അങ്ങനെ വളരെ
എന്താ പറയാ വലിയ എമിനന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒരു എന്താ പറയാ സ്റ്റേജിൽ ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അതുപോലെ സിംഗപ്പൂരുള്ള എക്സ്പ്ലനേറ്റ് തിയേറ്ററിൽ ഞങ്ങൾ ചെയ്ത പ്രോഗ്രാം. അപ്പം എനിക്ക് ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാംസിലൊക്കെ ഒരുപാട് സ്റ്റൈൽ മ്യൂസിക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം കവാലി സിംഗിങ്, അതുപോലെ നാടൻ പാട്ടുകളും ക്ലാസിക്കൽ ഫിലിം സോങ്സ്, ഇതെല്ലാം നമുക്ക് അദ്ദേഹം ഓരോ സബ്ജക്റ്റാണ് ഓരോ സ്റ്റേജിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പാടാൻ പറ്റിയിട്ടുണ്ട്. ഒരു പർട്ടിക്കുലറായിട്ട് ഒരു കാര്യം മാത്രമല്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്തായാലും ഓണക്കാലായിരിക്കുകയാണ്. അപ്പോൾ ചിങ്ങമാസമാണ്. അപ്പോൾ ഓണക്കാലം എത്തുമ്പോൾ നമുക്ക് ഒരുപാട് മെമ്മറീസ് ആണ് അല്ലെ, കുട്ടിക്കാലം മുതലുള്ള മെമ്മറീസ് ഉണ്ടാവും. അങ്ങനെ വെക്കുമ്പോൾ ഒരു സിംഗർ എന്ന നിലയിൽ മറക്കാനാവാത്ത ഒരു ഓർമ്മ എന്താണ് കുട്ടിക്കാലത്ത്? കുട്ടിക്കാലത്തെ ഓർമ്മ ഞാൻ എപ്പോഴും പറയും കേട്ടോ, നമുക്ക് ഈ ഓണ സമയത്ത് കുറെ പ്രോഗ്രാംസ് ഇതുപോലെ ഇന്റർവ്യൂസ് ഒക്കെ വരും. അപ്പൊ സ്ഥിരമുള്ളൊരു ചോദ്യമാണ് ഓണം എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരുന്നതെന്ന് ചോദിച്ചാൽ സത്യമായിട്ടും ഞാൻ പറഞ്ഞില്ല 7 വയസ്സ് മുതൽ സ്റ്റേജിൽ പാടി തുടങ്ങിയത്. അപ്പൊ എനിക്ക് ഓർമ്മയുള്ള കാലത്തെല്ലാം ഉറങ്ങി എഴുന്നേറ്റ് സദ്യയുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരാള്. അങ്ങനെയാണോ? അതാണ് ഓർമ്മ. ഇന്നും പണ്ടത്തെ കുട്ടികൾക്കും ഇന്നത്തെ കുട്ടികൾക്കും ഓണം എന്ന് പറയുമ്പോൾ 2 അനുഭവം. അല്ല, ഇന്നിപ്പോ എല്ലാ ദിവസവും ഓണമാണല്ലോ. ശരിക്കും പിള്ളേർക്ക് പണ്ട് നമുക്ക് അറിയാലോ, നമുക്ക് പിന്നെ ഡ്രസ്സ് എടുക്കുന്ന ഒരു പുതുമയാണ്. നമുക്ക് അന്ന് ഡ്രസ്സ് ഇല്ലാന്നല്ല, നമുക്കും പഴയ അച്ഛൻ്റെ അമ്മയുടെ കാലമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർക്ക് അധികം ഡ്രസ്സുകളൊന്നുമില്ല. ഓണസമയം അല്ലെങ്കിൽ പിറന്നാളൊക്കെ ആകുമ്പോഴാണ് പുതിയ ഡ്രസ്സൊക്കെ കിട്ടുന്നത്. പക്ഷെ നമ്മുടെ സമയത്ത് കുറച്ചും കൂടെ മാറിയിട്ടുണ്ട്. എങ്കിലും എല്ലാവരും കൂടെ പോയി ഡ്രസ്സ് വാങ്ങുന്നതും പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബങ്ങളിലൊക്കെ യാത്ര പോകുന്നതും പിന്നെ അങ്ങനെ ഓണക്കളികൾ എല്ലാവരും കൂടെ കൂടുന്ന ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടല്ലോ, അത് ഓണമാണ്. ഇപ്പോഴും അത് മാറി പോയെന്ന് പറയുന്നില്ല, എങ്കിൽ പോലും കുട്ടികൾക്ക് ആ ഒരു തനതായ രീതിയിലുള്ള ഓണത്തിന്റെ അനുഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് അതിന് അത്ര വാല്യൂ ഇല്ലെന്ന് തോന്നുന്നു. അവരെപ്പോഴും ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് പോസ്റ്റ് ഇടുക, ഡ്രസ്സ് എടുക്കുക. അത് ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു സംഭവമല്ല. ആഴ്ചയിൽ പിള്ളേരെ എന്തെങ്കിലും പുതിയത് വാങ്ങി വെക്കുക. അപ്പൊ അതിലൊരു വലിയ കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ പോസ്റ്റ് ഇടുക, ഫോട്ടോ എടുക്കുക, സോഷ്യൽ മീഡിയയിൽ ഇടുക. നമുക്ക് ഒരു ഓണപ്പാട്ടായാലോ? അപ്പൊ തീർച്ചയായിട്ടും. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായേ ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായേ ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. താങ്ക് യു സോ മച്ച് ചേച്ചി. അത് പാടുമ്പോഴേക്കും നമുക്ക് എന്തോ നൊസ്റ്റൊക്കെ കയറി വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓണത്തിന് ഫ്രണ്ടിൽ നിന്ന് പൂക്കളൊക്കെ എടുത്ത് ഫാമിലിയുടെ ഒപ്പം ഇടുന്ന ഒരു ഫീലാണ് നമുക്ക്. ഒരു ഫീലിലേക്ക് അതാണ് ഒരു സിംഗറെ കഴിവ്. താങ്ക് യു. ഓക്കെ, അപ്പൊ പുതിയ ഒരുപാട് സംഗീത സംവിധായകർ വന്നിട്ടുണ്ട്. അവരൊക്കെ ഇപ്പത്തെ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബീറ്റിനാണ് ഏറ്റവും. അങ്ങനെ നോക്കുമ്പോൾ ഏത് സംഗീത സംവിധായകനോട് വർക്ക് ചെയ്യാനാണ് ഇപ്പൊ കറന്റ് ആഗ്രഹിക്കുന്നത്? ഇപ്പോഴായാലും അപ്പോഴായാലും ഒക്കെ എനിക്ക് ഒരു സംഗീത സംവിധായകന്റെ കൂടെ പാടണം, അദ്ദേഹത്തിന്റെ ഒരു പാട്ടെങ്കിലും അദ്ദേഹത്തിന് എന്താ പറയാ കുറച്ചു നേരം ഇന്ററാക്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള ആഗ്രഹമുള്ള ഒരേ ഒരാളാണ് രാജാ സാർ. എല്ലാവരും ഇഷ്ടമല്ല അല്ല, ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടുക എന്നുള്ളതല്ല, അദ്ദേഹമായിട്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റാന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് ഏത് ഗായകരൊപ്പം ഇപ്പൊ പാടിയിട്ടുണ്ട് ഇതുവരെയായിട്ടും? എത്ര സോങ്സ് പാടിയിട്ടുണ്ട്? ഒരുവിധമുള്ള എല്ലാവരുമായിട്ട് പാടിയിട്ടുണ്ട്. ഇപ്പൊ മുന്നിൽ നിൽക്കുന്ന എല്ലാം
ഓൾമോസ്റ്റ് എല്ലാവരുമായിട്ട് എല്ലാവരും പാടിയിട്ടുണ്ട്. പാടിയിട്ടുണ്ട്. ഓക്കെ, പറയണോ? യേശുദാസ്, SPB, MG ശ്രീകുമാർ, വേണുഗോപാൽ, ഉണ്ണിമേനോൻ, തൊട്ട് വിധു, വിനീത്, അങ്ങനെ ഇതുപോലെ എല്ലാവരോടും പാടിയിട്ടുണ്ട്. വിനീത് ചേട്ടന്റെ കൂടെയുള്ള ആ പാട്ടൊന്നും മോളാണ്. അത് നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്. പോസിറ്റീവായിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ് AB മൂവിയിലെ ഒന്നുറങ്ങി കൺതുറന്ന് മുന്നിലിന്ന് വരൂ പ്രഭാതാർക്കരശ്മി പോലെ കാടിറങ്ങി മേടിറങ്ങി നാട് ചുറ്റി ഈ വിഹായസിൽ പാറുവാൻ. താങ്ക് യു. ഞാൻ ഇങ്ങനെ പാട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, തന്നുകൊണ്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി. ഓക്കെ, നമ്മൾ എന്തൊക്കെയോ സംസാരിച്ചു, ഒരുപാട് പാടി. അപ്പൊ ഇനി ഫ്യൂച്ചർ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് പുതിയ വർക്ക്സ് ഒക്കെ? കുറച്ചും കൂടി മ്യൂസിക് ഡയറക്ഷനിലൊക്കെ ശ്രദ്ധിക്കണം എന്നൊരു ആഗ്രഹം ഇപ്പൊ ഉണ്ട്. അപ്പം അങ്ങനെ കുറച്ച് നല്ല വർക്കുകളൊക്കെ കൂടുതൽ ചെയ്യുന്നുണ്ട്. മനോരമ മ്യൂസിക്സ് ഇപ്പോൾ ഒരു ആൽബം റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ഫോക്ക്, ഒരു ക്ലാസിക്കൽ 2-3 നല്ല പാട്ടുകളുടെ പണിപ്പുരയിലാണ്. ഉടനെ ഇറങ്ങും. നല്ല സപ്പോർട്ട് തരണം. ഉറപ്പായിട്ടും നമ്മളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും. ആൻഡ് താങ്ക് യു സോ മച്ച് ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി പാട്ട് പാടി തന്നതിന്, എന്നെ കൊണ്ട് ഇത്രയും സംസാരിപ്പിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഉറപ്പായിട്ടും ഒരു ഉയരം കീഴടക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും മീറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ, പൊന്നായിരിക്കട്ടെ. നെക്സ്റ്റ് ഇയർ ഇതുപോലെ കാണാം. അതെ, തീർച്ചയായിട്ടും കാണണം. അപ്പൊ അതുവരെയും ബൈ ബൈ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.